ഹായ് ഫ്രണ്ട്സ്, ദ ഷെഫ് ഹട്ടിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏറെ ഹെൽത്തി ആയ ഒരു നാടൻ വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ക്യാരറ്റ് പുട്ട്. ആദ്യം നമുക്ക് വേണ്ടത് പുട്ടുപൊടി. ഞാൻ ഇവിടെ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പ് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചൊന്ന് പുട്ടുപൊടി നനച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു നനവ് മതി. കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഒരു ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ നമുക്ക് ബ്ലെൻഡർ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ സ്വിച്ച് പൾസ് എന്ന് എഴുതിയ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക. 1 സെക്കൻഡ് മതി. ഇതാ പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെയും ക്യാരറ്റിന്റെയും ഒക്കെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മാത്രം മതി. വെന്തു പോവാതെ നോക്കണം. ഞാൻ ഇവിടെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. പുട്ടുകുറ്റി ഉള്ളവർക്ക് പുട്ടുകുറ്റിയിലും ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിലേക്ക് 1 മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് പ്രഷർ കുക്കറിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുട്ടുകുറ്റിയാണ്. ഇതിലാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ പുട്ട് ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാരറ്റും പുട്ടുപൊടിയും ഒക്കെ ഇടകലർത്തി ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ ഈ പൊടിയിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പ്രഷർ കുക്കറിലെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടുകുറ്റി പ്രഷർ കുക്കറിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് റെഡിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് പ്രഷർ കൊണ്ട് തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.